ഉത്തരം ചോദിക്കണം. അവൻ എന്ത് ചെയ്തെന്നാ? ബാബ പറയുന്നു ഇവൻ എന്റെയും എന്റെ അനിയന്റെയും തുമ്പിക്കൈ കൂട്ടിക്കെട്ടിട്ടാണ് പോയത്. അപ്പൊ നിങ്ങൾ തുമ്പിക്കൈയിൽ വെള്ളം കുടിക്കുമ്പോ നിങ്ങളുടെ അനിയന്റെ വയറായിരിക്കും അറിയുന്നതല്ലേ? വളരെ ക്യൂട്ട് ആയിരിക്കുന്നല്ലേ കൊച്ചലിയ? എന്നാ പിന്നെ നമുക്ക് നമ്മുടെ തുമ്പിക്കൈ കെട്ടിയിട്ടല്ലോ കൊച്ചലിയ? വേണ്ട, ചെയ്തോ. ഏതാണ് ആദ്യം ചെയ്യാ? നാളെ എന്നെ രക്ഷിക്കാമല്ലോ. അവനെ വെറുതെ വിട്, അവൻ എന്റെ ഇരയാണ്, അവനെ എനിക്ക് വേണം. ഇല്ല ഇവനെ അടിക്കുന്നത് എന്നോട് ക്ഷമിക്കൂ. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്കെന്നെ അറിയില്ല. എന്നോട് ക്ഷമിക്കൂ. എന്റെ അടുത്തുള്ളതല്ല ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. എന്റെ കട്ടോരി, എന്റെ കൊട, മെഴുകുതിരി വിളക്ക് കുറച്ച് വെയിറ്റ് ഉള്ളതാ. എന്നാലും നിങ്ങളതാ പിടിച്ചോ. പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം തന്നെ ഞാൻ പുറത്തെടുത്തു. ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? പൊക്കോ, ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. സത്യമായിട്ടും താങ്ക് യു. ഐ ആം ജോക്കിംഗ്. ഇന്ന് നീ എന്റെ കൊമ്പ് ആവശ്യമില്ലാതെ ദുരുപയോഗം ചെയ്തു. നിന്റെ കരിക്കിൽ ദ്വാരമില്ലാതിരുന്നത് കൊണ്ട് അത് നീ എന്റെ കൊമ്പിൽ കൊണ്ട് കുത്തി ദ്വാരമുണ്ടാക്കിയില്ലേ? മാത്രമല്ല എന്റെ കയ്യിൽ നീ തന്ന നിന്റെ ഫോട്ടോയുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ തന്നു. ഇത് കളവാണ്. എനിക്ക് ആരെ അടിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ഇന്നലെ വണ്ടി ഓടിക്കുമ്പോ എന്റെ മുന്നിൽ കറുത്ത വന്നായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക് പോലും പിടിച്ചില്ല. അവൻ തന്നെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കറുത്തയോട് തന്നെ ചോദിച്ചു നോക്കൂ. നീ പറയുന്നത് സത്യമാണ്. നീ സത്യസന്ധനായ ഒരു ഡോഗിയാണ്. എനിക്ക് നിന്നെ വിശ്വാസമാണ്. സത്യമാണോ? താങ്ക് യു. ഐ ആം ജോക്കിംഗ്. ഇനി നിന്റെ കഴുത്ത് പിടിച്ച് ഞാൻ ഞെക്കുമല്ലോ. എന്റെ കൊമ്പ് കൊണ്ട് നിന്നെ ഞാൻ കിക്കിങ്. പിന്നെ നീ ബൗബു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഓടും. അതിൽ നിന്നും ഞങ്ങളെ ആർക്കും തടയാനാവില്ല. എത്രയും പെട്ടെന്ന് കൂട്ടുകാരന്റെ അടുത്ത് എത്തണം. ഇല്ലെങ്കിൽ ഉമ്മാനെ ഇടിച്ചപ്പത്തിയാക്കി എടുക്കും. രക്ഷപ്പെട്ടോ? എന്റെ പുറത്താണ് ചെളി തെറിപ്പിച്ചത്. എന്നിട്ട് എന്നോടൊരു സോറി പോലും പറയാതെ പോയി. ഇനി ജോർദാർ എല്ലാരടുത്തും മാപ്പ് പറയേണ്ടി വരും. സോർദാറെ, നീ എന്തിനാ ഇങ്ങനെ അണയ്ക്കുന്നേ? പോപ്പട്ടെ, വേഗം പോയി വെള്ളം കൊണ്ടുവാ. ഇനി പറ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? ആ റൈനോസിന്റെ പുറകെ തന്നെ ഉണ്ട്. അവർ വിചാരിക്കുന്നത് ഞാൻ അവരെ ശല്യം ചെയ്തു എന്നാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ എപ്പോ ചെയ്തു എന്ന് എനിക്ക് തന്നെ ഒട്ടും ഓർമ്മ വരുന്നില്ല. സത്യത്തിൽ ഇപ്പൊ റൈനോസ് പുറകെ കൂടിയതാണോ അല്ലെങ്കിൽ നിനക്ക് ഓർമ്മയില്ലാത്തതാണോ? സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം? എന്റെ ഹണി, നമ്മുടെ സോർദാറിന് ആരെ അങ്ങനെ ശല്യം ചെയ്യാൻ കഴിയില്ല. അവന്മാരോട് ഇങ്ങ് വരാൻ പറ. അവന്മാരുടെ വീട്ടിലായിരിക്കും അവന്മാർ റൈനോസ്. അവന്മാരുടെ കൊമ്പ് ഞാൻ ഇന്ന് ഒടിച്ചില്ലെങ്കിലേ പിന്നെ എന്റെ പേര് പോപ്പെട്ടെന്നല്ല. സംശയമുണ്ടോ? എടാ പോപ്പട്ടെ, കുറച്ചു മുമ്പ് നീ ഇവരുടെ കൊമ്പല്ലേ ഓടിക്കണമെന്ന് പറഞ്ഞത്? പോപ്പെട്ടോ? ആരാ അത്? എനിക്കറിയില്ലല്ലോ. എന്റെ പേര് സുഭാഷ് എന്നാ. ഞാൻ പല പല ഭാഷകൾ സംസാരിക്കും. എന്താ സംശയമുണ്ടോ? സോർദാർ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവന്റെ പുറകെ നടക്കരുത്. എന്നാ ശരി, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. സത്യമാണോ? താങ്ക് യു. ദാ കണ്ടില്ലേ, നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഞാൻ എല്ലാരോടും പറയായിരുന്നു, റൈനോസുകൾ അവർക്ക് നല്ല വിവരമുള്ള ആൾക്കാരാണെന്ന്. എടാ ബണി, അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹീസ് ജോക്കിംഗ്. Exactly. I am joking. ഇതുവരെ എന്റെ കൊമ്പിൽ നിന്ന് കരിക്കിന്റെ നാറ്റം പോലും പോയിട്ടില്ല. ആദ്യം ഞാൻ ഇവനെ ഇടിച്ച് പപ്പടമാക്കും, എന്നിട്ടും മരുന്ന് കൊടുക്കും. നീ വീണ്ടും നന്നാകുമ്പോൾ നിന്നെ വീണ്ടും ഇടിച്ച് പപ്പടമാക്കും. സംസാരിച്ച് താനങ്ങ് കാട് കയറി പോവാണല്ലോ. എന്റെ കൈയുടെ ചൂട് എന്ന് മിക്കവാറും നീയൊക്കെ അറിയും.
അത് പിന്നെ എന്റെ കൈയുടെ ചൂടേറ്റ എല്ലാരും അങ്ങ് ഉറങ്ങിപ്പോവും. എനിക്ക് നന്നായിട്ട് മസാജ് ചെയ്യാൻ അറിയാം. എന്താ ഇതുപോലെ. കൂട്ടുകാരെ, മിക്കവാറും സോർദാറിനെ പോലുള്ള വികൃതി ഡോഗ് വല്ലതും ആയിരിക്കും ഈ പണിയൊക്കെ ഒപ്പിച്ചു വെച്ചത്. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ വികൃതിയായ ഡോഗിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. വേഗം വാ. ചെയ്തോ ചെയ്തോ, ആദ്യം എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തോ. നാളെ നീ ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതല്ലേ. പിടിക്കവന്മാരെ. എടാ, നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് പോകാത്തത്? അത് ശരി, അപ്പൊ ശരിക്കും പിടിക്കണോ? ഞങ്ങൾ വിചാരിച്ചു യു ആർ എ ജോക്കിംഗ് ബോസ്. എന്റെ പേര് ദോർദാർന്നാണ്. നിങ്ങൾ ഒരിക്കലും ഇത് മറക്കരുത്. ഒരു പക്ഷെ മറന്നു പോവുകയാണെങ്കിൽ ഇതാ എന്റെ ഫോട്ടോ. ഇത് വെച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാനാകും. ഹലോ, ഇല്ലില്ല, ഇപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പ്രതിമയാവാൻ വേണ്ടി റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ. അല്ല, നിങ്ങൾ എന്തിനാ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് വെറുതെ അനങ്ങിയത്? കണ്ണു കണ്ടൂടെ, നമ്മുടെ മുമ്പിൽ തന്നെ ആ റൈനോസ് നിൽപ്പുണ്ട്. നമ്മൾ പിടിക്കപ്പെടുന്നേ. എന്റെ ദൈവമേ, എന്നെ അങ്ങ് കൊല്ല്. ഇവനേക്കാളും ബുദ്ധി ശരിക്കുള്ള സ്റ്റാച്യൂലുണ്ടാവും, മണ്ടൻ. അയ്യോ, ഇനി എന്താ നോക്കി നിൽക്കുന്നേ? ഇറങ്ങി ഓടിക്കോ. റണ്ണിംഗ് റേസ് ആണോ? ഇതിന് ഞാൻ തന്നെ ജയിക്കുമല്ലോ. ബാബ ചോദിക്കുവാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോന്ന്. ആ, അതിനെന്താ ചെയ്യാലോ. പക്ഷെ ഈ ബാബ ഇപ്പൊ എവിടെയാണ്? എടാ, ഞാൻ തന്നെയാണ് ബാബ. എന്റെ പേര് ഫേമസ് ആക്കാനുള്ള ശ്രമത്തിലാ. ബാബ ചോദിക്കുന്നത്, ഈ ഡോഗിനെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ടല്ലോ ചേട്ടാ. ഇതെന്റെ കൂട്ടുകാരൻ തന്നെയാ. ചേട്ടനപ്പൊ ഇവനെ അറിയില്ലേ? ഇവൻ ഇപ്പൊ വളരെ ഫേമസ് ആയ ഡോഗിയാണ്. സോർദാറേ, ഇങ്ങോട്ട് വാ. ഇദ്ദേഹം നിന്നെ അന്വേഷിച്ച് നടക്കുവാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ബാബയ്ക്ക് ഇവനോട് പകരം ചോദിക്കണം. ചേട്ടാ, അവൻ എന്ത് ചെയ്തെന്നാ? ബാബു പറയുന്നു ഇവൻ എന്റെയും എന്റെ അനിയന്റെയും തുമ്പിക്കൈ കൂട്ടിക്കെട്ടിട്ടാണ് പോയത്. അപ്പൊ നിങ്ങൾ തുമ്പിക്കൈയിൽ വെള്ളം കുടിക്കുമ്പോ നിങ്ങളുടെ അനിയന്റെ വയറായിരിക്കും അറിയുന്നതല്ലേ? വളരെ ക്യൂട്ട് ആയിരിക്കുന്നല്ലേ കൊച്ചലിയ? എന്നാ പിന്നെ നമുക്ക് നമ്മുടെ തുമ്പിക്കൈ കെട്ടിയിട്ടല്ലോ കൊച്ചലിയ? വേണ്ട, ചെയ്തോ ചെയ്തോ. ഏതാണ് ആദ്യം വിട്, ആദ്യം ചെയ്യ. നാളെ എന്നെ രക്ഷിക്കാമല്ലോ. അവനെ വെറുതെ വിട്. അവൻ എന്റെ ഇരയാണ്. അവനെ എനിക്ക് വേണം. ഇല്ല ഇല്ല, ഇവനെ അടിക്കുന്നത് ബാബ തന്നെയായിരിക്കും. ശരി, ആയിക്കോട്ടെ. ബാബ വരുന്നത് വരെ ഇവനെ ഞാൻ തന്നെ അടിച്ചോളാം. ഓക്കെ അല്ലേ? എടോ, ഞാൻ തന്നെയാണ് ഈ ബാബ. എന്റെ അമ്മേ, ഈ കോസ്റ്റ്യൂമിനകത്തും AC വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് വല്ലാതെ ചൂടെടുക്കുകയാണ്. എനിക്കെല്ലാം മനസ്സിലായി. നമ്മുടെ സോർദാറിന്റെ അപർണേ ആ സണ്ണി അവന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കരുതേ, നിനക്കിപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലായില്ലടാ. ഇതെല്ലാം ആ സണ്ണി തന്നെയായി ചെയ്തത്. അത് സോർദാറിന്റെ അപരനോ അമേരിക്കയോ ഒന്നും അല്ല. ഇത് സണ്ണിയാ, സണ്ണി. ഇവൻ ഒരുത്തൻ കാരണം ഞാൻ രാവിലെ മുതൽ എന്തുമാത്രം കഷ്ടപ്പെടാണെന്നറിയോ? ഇവനെ വെറുതെ വിടാൻ പാടില്ല. പിടിക്കുവനെ. അയ്യോ, ഞാൻ പെട്ടു. ഓടിക്കടാ, ഓടിക്കോ സണ്ണി, ഓടിക്കോ. പിടിക്ക. അവനെ ഞാൻ എന്റെ ഈ കൊമ്പിൽ കോർത്ത് ഈ കളിപ്പാട്ടം പോലെ കറക്കി എറിയും ഞാൻ. ബോസ്, ഇതാ നിൽക്കുന്നു. അയ്യോ, പെട്ടു. ബാബ പറയുന്നു തുമ്പിക്കൈ കൊണ്ട് ഇവനെ വലിഞ്ഞു മുറുക്കി തേങ്ങ ചവിട്ടി പൊളിച്ചെടുക്കുന്നത് പോലെ വലിച്ചു പൊളിച്ചെടുക്കും. എന്റെ അമ്മോ, എല്ലാരും സോർദാറിന്റെ പുറകിലാണ്. ഇതാണ് പറ്റിയ സമയം. കോസ്റ്റ്യൂം മാറ്റിയിട്ട് പഴയ പോലെ സണ്ണി അയക്കാം.
അടിപൊളി. എന്നെ പോലെ ബുദ്ധിമാൻ ആരും തന്നെ ഇവിടെ ഇല്ല. ഇവന് സോർദാർ അവൻ ഭയങ്കര ഇഷ്ടമല്ലേ മോനെ സണ്ണി. ഇനി നീ കോസ്റ്റ്യൂം അടിച്ച് വീണ്ടും സണ്ണി ആവുന്നത് എനിക്കൊന്ന് കാണണം. ഇവിടെ എന്റെ കൂട്ടുകാരൻ സോർദാറുണ്ട്. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനെ വെറുതെ വിടണേ. സിപ്പഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടു നടന്നു വന്നത്. അയ്യോ എന്റെ അമ്മച്ചി ഓടിക്കോ. ഞാൻ ഇവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അഥവാ താൻ ഇവനെ വെറുതെ വിട്ടാലും ഞാൻ ഇവനെ വെറുതെ വിടില്ല. അയ്യോ 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 ഞങ്ങളുടെ സോർദാർ നിരപരാധിയാണ്. ഇതൊക്കെ ഇവന്റെ പണിയായിരുന്നു. എടാ ഐ ആം സോറി. കണ്ടില്ല സണ്ണി, ആരാണോ മറ്റുള്ളവരെ വീഴ്ത്താൻ കുഴിക്കുന്നത് ആദ്യം ആ കുഴിയിൽ വീഴുന്നത് അവർ തന്നെയായിരിക്കും. ഇവനെ തല്ലിയപ്പോൾ ബാബയ്ക്ക് സന്തോഷമായി. അതിന് ചേട്ടനല്ലേ ഇവനെ തല്ലിയത്, പിന്നെ ബാബ എന്തിനാ സന്തോഷിക്കുന്നത്? ഞാൻ എത്ര തവണയാ നിങ്ങളോട് പറയുന്നു, ഞാൻ തന്നെയാണ് ഈ ബാബ. ഞാനാണ് ബാബ. ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. ഇനിയിപ്പോ എന്തായാലും ഈ നിൽക്കുന്ന ഡോഗിയെ ഉറപ്പായി ഞാൻ തല്ലും. എന്താ ഐ ആം ജോക്കിംഗ്.